ഇനി ഡൽഹിയിലേക്കാണ്. ജനം സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ജനോത്സവം കേരള ഫെസ്റ്റിവൽ 2026 ലോഗോ പ്രകാശനം അല്പസമയത്തിനകം നടക്കും. കേന്ദ്രമന്ത്രിയും സിനിമാ താരവുമായ സുരേഷ് ഗോപി ലോഗോ പ്രകാശന കർമ്മം നിർവഹിക്കും. ജനം എക്സിക്യൂട്ടീവ് ചെയർമാൻ ജി സുരേഷ് കുമാർ, സംവിധായകൻ ടി.കെ. രാജീവ് കുമാർ, ഇന്ത്യൻ ഹാബിറ്റാറ്റ് സെന്റർ ഡയറക്ടർ കെ.ജി. സുരേഷ്, ജനം ടി.വി. മെൻഡർ എ. ജയകുമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. പരിപാടിയുടെ തത്സമയത്തിലേക്ക്. घृतं पीत्वा मधुजारुगव्यं पितेव पुत्रमभिरक्षतादिमम् शतमानं भवति शतायुः पुरुषस्यतेन्द्रिय आयुष्येवेन्द्रिये प्रतिष्ठते रोचनो रोचमानः शोभनः शोभमानः कल्याणः शरीरारोग्यसिद्धिरस्तु अखंड उन्नताधिकार सिद्धिरस्तु श्री शंकरमूल हनुदेवतानुग्रह प्रसाद सिद्ध्यर्थेन श्री भगवतः अनुग्रह प्रसाद सिद्धिरस्तु तथास्तु जवानस्य उन्नताधिकार सिद्धिरस्तु तथास्तु जवानस्य राजद्वारे राजमुखे सर्वदा दिग्विजय सिद्धिरस्तु तथास्तु ജനം സൗഹൃദ നേതൃത്വത്തിൽ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ജനോത്സവം കേരള ഫെസ്റ്റിവൽ 2026 ലോഗോ പ്രകാശനം അല്പസമയത്തിനകം നടക്കും. ഇപ്പോൾ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം പങ്കെടുക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ലോഗോ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. ജനം എക്സിക്യൂട്ടീവ് ചെയർമാൻ ജി സുരേഷ് കുമാർ, സംവിധായകൻ ടി.കെ. രാജീവ് കുമാർ, ഇന്ത്യൻ ഹാബിറ്റാറ്റ് സെന്റർ ഡയറക്ടർ കെ.ജി. സുരേഷ്, ജനം ടി.വി. മെൻഡർ എ. ജയകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ലോഗോ പ്രകാശന കർമ്മം നിർവഹിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങൾ നൽകാൻ ശ്രീകാന്ത് ജനം സൗഹൃദ വേദിയുടെ നേതൃത്വം നടക്കുന്ന ജനോത്സവം കേരള ഫെസ്റ്റിവൽ 2026 ലോഗോ പ്രകാശന കർമ്മം അല്പസമയത്തിനകം നൽകുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? പരിപാടികൾ എവിടെ വരെയായി? ശ്രീകാന്ത്.
ജനം സൗഹൃദ വേദി നേതൃത്വത്തിൽ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ജനോത്സവം കേരള ഫെസ്റ്റിവൽ 2026 പരിപാടിയുടെ ലോഗോ പ്രകാശനം അല്പസമയത്തിനകം തന്നെ നടക്കും. ഇപ്പോൾ തത്സമയ ദൃശ്യമാണ് കാണുന്നത്. വിവരങ്ങൾ ശ്രീകാന്ത് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിമാനത്താവളത്തിന് ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള സങ്കടമോചൻ ഹനുമാൻ മന്ദിറിൽ അദ്ദേഹം ദർശനം നടത്തുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദർശനം നടത്തുകയാണ്. ഇവിടെ ഇത് ഡൽഹിയിലെ ഒരു ഐക്കോണിക് പ്ലേസ് എന്ന് പറയാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഈ ഹനുമാൻ മന്ദിറിൽ വെച്ചാണ് അല്പസമയത്തിനകം നമ്മുടെ ഈ ജനം സൗഹൃദ വേദിയുടെ ജനോത്സവം പരിപാടിയുടെ ലോഗോ പ്രകാശന കർമ്മം നടക്കാൻ പോകുന്നത്. മാർച്ച് 27, 28, 29 തീയതികളിലാണ് ഈ പരിപാടി ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായാണ് നിലവിലിപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ ജനം ടിവിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ജി സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അല്പസമയത്തിനകം പരിപാടി ആരംഭിക്കും. അദ്ദേഹം ഇപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുകയാണ്. ക്ഷേത്ര ദർശനത്തിന് ഒടുവിൽ ഈ പരിപാടിയിലേക്ക് കടക്കും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡൽഹിയിലെ ഒരു ഐക്കോണിക് പ്ലേസ് എന്ന് പറയാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന ഈ ക്ഷേത്രം. ഇത് സങ്കടമോചൻ ഹനുമാൻ മന്ദിർ എന്ന ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വെച്ചാണ്, ഇതിന് തൊട്ടു മുന്നിൽ വെച്ചായാണ് ഇപ്പോൾ ഈ പരിപാടി നടക്കാൻ പോകുന്നത്. ജനം സൗഹൃദ വേദിയെയും ജനം ടിവിയെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഇവന്റ് ഡൽഹിയിൽ നടത്താൻ പോകുന്നു, സംഘടിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിനും അപ്പുറം മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ആഗോള മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഴുവൻ വന്നു ചേരാനും ഒരു ആഘോഷമാക്കി മാറ്റാനും കഴിയുന്ന ഒരു ഇവന്റ് നടക്കാൻ പോകുന്നു എന്നുള്ളത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. രാവും പകലുമായി കലാരംഗം, അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ ആർട്ട് ഫോംസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെടും. കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കലാരൂപങ്ങളും, അതോടൊപ്പം തന്നെ കൾച്ചറൽ ഫോംസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഡൽഹിയിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് നമ്മുടെ പഴയകാല, ഒരുപക്ഷെ നമ്മുടെ ഈ പുതുതലമുറ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പല കലാരൂപങ്ങളുണ്ട്, ആർട്ട് ഫോംസ് ഉണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ പുള്ളുവമ്പാട്ട് പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്വന്തം കളരിപ്പയറ്റ്, തെയ്യം, തിറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം സിനിമാ മേഖലയിലെ നിരവധിയായ ആളുകൾ, പ്രമുഖർ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ ഡൽഹി മലയാളികളുടെയും അതോടൊപ്പം ആഗോള മലയാളികളുടെയും ആകമാനം പങ്കാളിത്തത്തോടെ നടക്കാൻ പോകുന്ന ഒരു വലിയ മാമാങ്കം, സാംസ്കാരിക മാമാങ്കം എന്ന് തന്നെ പറയാം. കേരളത്തിന്റെ ഒരു പകർപ്പ് ഡൽഹിയിൽ അവതരിപ്പിക്കാൻ പോകുന്നു. അതിൽ നിരവധിയായ കേന്ദ്രമന്ത്രിമാർ ആ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി എത്തും. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള, നമ്മുടെ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള നിരവധിയായ ആളുകൾക്ക് കേരളത്തിന്റെ കലകൾ അറിയാൻ, കേരളത്തിന്റെ സംസ്കാരം അറിയാൻ, തനിമയറിയാൻ, ഭക്ഷണം അറിയാൻ, ലിറ്ററേച്ചർ അറിയാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരും ഡൽഹിയിലെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരും. എന്തായാലും അതിന്റെ ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം നടക്കും. ആ ലോഗോ പ്രകാശനമാണ്. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് ആ സമയമാകുമ്പോഴേക്കും എത്താം. അമൽ, ജനം ടി വിയെ സംബന്ധിച്ച്, ജനം സൗഹൃദ വേദിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഇവന്റ് നടക്കുകയാണ് ഡൽഹിയിൽ. ജനസൗഹൃദ വേദി നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന ജനോത്സവം കേരള ഫെസ്റ്റിവൽ 2026 ഉദ്ഘാടന ചടങ്ങ്, ലോഗോ പ്രകാശന ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ലോഗോ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. അതിന് മുന്നോടിയായി അദ്ദേഹം ഡൽഹിയിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഓം പ്രദ്യുമ്നായ നമഃ, ഓം അനിരുദ്ധായ നമഃ, ഓം പുരുഷോത്തമായ നമഃ, ഓം ഘോക്ഷജായ നമഃ, ഓം നാരസിംഹായ നമഃ, ഓം അശ്വതായ നമഃ, ഓം ജനാർദനായ നമഃ, ഓം ഉപേന്ദ്രായ നമഃ, ഓം ഹരയേ നമഃ, ഓം ശ്രീകൃഷ്ണായ നമഃ, ഓം ശ്രീകൃഷ്ണപരബ്രഹ്മണേ നമോ നമഃ, ശ്രീ ഭൂമിനാഥമേത ശ്രീ ശ്രീനാഥപരബ്രഹ്മണേ നമോ നമഃ, ശ്രീ ശ്രീകൃഷ്ണനാഥസിംഹായ നമഃ. നാനാവിധപരിമളപത്രപുഷ്പാണി സമർപ്പയാമി. അഥാ മംഗളനീരാജനമി ദർശയാമി. ശ്രീനിവാസായ മംഗളം.
രാജ്യത്തല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോഗോ പ്രകാശനം ജനോത്സവത്തിൻ്റെ ലോഗോ പ്രകാശന കർമ്മം നിർവഹിക്കാൻ പോകുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങളിപ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തത്സമയം ഹലോ 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 മൈക്ക് കിട്ടുന്നുണ്ടോ? ജനം ടി വി ആരംഭിച്ച നാൾ മുതൽ ജനങ്ങളുടെ ഒപ്പം തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ശക്തമായ നിലപാടുകൾ പൊതുസമൂഹത്തിന് മുമ്പാകെ തല ഉയർത്തി നിന്നുകൊണ്ട് അത് അവതരിപ്പിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടുള്ള സുവ്യക്തമായ സുശക്തമായ ധൈര്യത്തോടെയുള്ള മാധ്യമ പ്രവർത്തനത്തിൻ്റെ 10ാം വാർഷികത്തിലാണ് ആ ധന്യമായ നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഞങ്ങളും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ യാത്ര കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തുകയാണ്. ഡൽഹിയിൽ വെച്ച് നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ജനോത്സവം പരിപാടിയുടെ ലോഗോ പ്രകാശനമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കുന്നത്. ജനം ടി വിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ശ്രീ സുരേഷ് കുമാർ, ഞങ്ങളുടെ ചീഫ് മെൻറ്റർ ശ്രീ ജയകുമാർജി, അങ്ങനെ എല്ലാവരും ഈ ചടങ്ങിൽ സാന്നിധ്യമായി അവിടെയുണ്ട്. വിശദാംശങ്ങൾ നൽകാനായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത് പറയും. ശബ്ദം മിക്സ് ചെയ്താൽ മതി. റെഡി? ഓക്കെ. ഇത് ജനം ടി വിയുടെയോ ജനം സൗഹൃദവേദിയുടേത് എന്നതിനപ്പുറം ആഗോള മലയാളികളുടെ ഒരു സ്വപ്നം, ആഗോള മലയാളികളുടെ ഒരു സൗഭാഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. അതായത് ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് ജനം സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ മലയാളികളുടെ ഒരു വലിയ മഹാമാമാങ്കം നടക്കാൻ പോകുന്നു. മാർച്ച് 27, 28, 29 തീയതികളിൽ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ അതിൻ്റെ ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചിരിക്കുന്നു. അതിൻ്റെ അനിമേറ്റഡ് വീഡിയോ അദ്ദേഹം പ്രകാശനം നടത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തോട് നമുക്കൊരു ഈ ചടങ്ങിൻ്റെ അതിനെ സംബന്ധിച്ച് നമുക്കൊരു വാക്ക് ചോദിക്കാം. സുരേഷ് ഏട്ടാ നമസ്കാരം. ഇപ്പോൾ ഒരു നിമിഷം ഇതിൻ്റെ ഇപ്പോൾ മലയാളികളുടെ വലിയൊരു കലാ സാംസ്കാരിക മാമാങ്കം ഡൽഹിയിൽ നടക്കാൻ പോകുന്നു. അങ്ങ് അതിൻ്റെ ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചിരിക്കുന്നു. എന്താണ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള പ്രതീക്ഷകളൊന്നും പറയാം? ഒരു പൂർണ്ണതയോടുകൂടി കേരളത്തെ പുനർരചിക്കാൻ സാധിക്കണം. പുനർരചന എന്ന് പറയുന്നത് പുതിയ രചനയല്ല. എന്താണോ കേരളത്തിൻ്റെ സ്വത്വം അത് ആലേഖനം ചെയ്ത് പുതിയ തലമുറയ്ക്ക് നമുക്ക് കൈമാറേണ്ടതുണ്ട്. ആ കേരളത്തെ അതിൻ്റെ ഉത്ഭവത്തിൽ നിന്ന് ഇന്ന് സാംസ്കാരിക പരിണാമങ്ങളിലൂടെ ഒരു എവല്യൂഷണറി പ്രോസസ്സിലൂടെ എവിടെ എത്തി നിൽക്കുന്നു, ഇത്രയും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് പുതിയ തലമുറയ്ക്ക് അവരുടെ സാംസ്കാരികമായ കെട്ടുറപ്പിന് വലിയ പങ്ക് വഹിക്കുന്ന ഒരു എഡിഫിസായി ഈ ജനോത്സവം മാറും എന്നുള്ളത് തീർച്ചയായും നടക്കാൻ പോകുന്ന കാര്യമാണ്. മുഴുവൻ മലയാളികളെയും ഈ പരിപാടിയിലേക്ക് അങ്ങ് മലയാളികളുടെ പ്രതിനിധി എന്ന നിലയിൽ അങ്ങ് സ്വാഗതം ചെയ്യുക. അല്ല, അത് നമ്മളിതിപ്പോൾ ഇതിൻ്റെ ലോഗോ പ്രകാശനം നടത്തിയിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനുണ്ട്. അതെല്ലാം ആയതിനു ശേഷം ഒരു വിളംബരം വരും. ആ വിളംബരത്തിലാണ് നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. എങ്കിലും തയ്യാറെടുത്തോളൂ എന്ന് പറയുന്ന ഒരു ആഹ്വാനം ഈ ലോഗോ പ്രകാശനത്തിലൂടെ നടന്നിട്ടുണ്ട്. എല്ലാവരും തയ്യാറെടുക്കും. തീർച്ചയായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ച് ഇപ്പോൾ നമ്മോട് സംസാരിച്ചതാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മോടൊപ്പം ഇപ്പോൾ ജനം ടി വി എക്സിക്യൂട്ടീവ് ചെയർമാൻ ജി സുരേഷ് കുമാർ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. സുരേഷ് ഏട്ടാ, ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം, ജനം സൗഹൃദവേദിയെ സംബന്ധിച്ചിടത്തോളം, ഇനി അതിനുമപ്പുറം മുഴുവൻ മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആഘോഷത്തിൻ്റെ നിമിഷമാണ് വരുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരിക മാമാങ്കം ഡൽഹിയിൽ നടക്കാൻ പോകുന്നു. ആഗോള മലയാളികളുടെ സംഗമം. എന്താണ് ജനം സൗഹൃദവേദിയും ജനം ടി വിയും മലയാളികൾക്ക് നൽകാൻ പോകുന്നത്?
അല്ല, ഇപ്പോൾ നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു മെസ്സേജാണ് കൊടുക്കാൻ പോകുന്നത് അടുത്ത തലമുറയ്ക്ക്. നമ്മളിപ്പം അവർ കണ്ടിട്ടില്ലാതെ ഇപ്പോൾ ഡൽഹിയിലെ മലയാളികളൊക്കെ എത്രയോ തലമുറകളായിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തവരാണ്. അപ്പോൾ അവർക്ക് നമ്മൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കേരളത്തിൻ്റെ തനതായ കലകളും വാദ്യകലകളും ക്ഷേത്രകലകളും അല്ലാതുള്ള എല്ലാ കലകളും ചേർന്നുള്ളൊരു വലിയൊരു മാമാങ്കം തന്നെയാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. 3 ദിവസം, അതായത് മാർച്ച് 27, 28, 29 3 ദിവസങ്ങളിൽ തൽക്കത്തോറ സ്റ്റേഡിയത്തിലും അതിൻ്റെ ചുറ്റുവട്ടത്തുമായിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു ഏർപ്പാടാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അത് എല്ലാവരും കൂടെ ചേർന്ന് ഇവിടുത്തെ മലയാളികളുടെ, ഡൽഹിയിലെ മലയാളികളുടെ എല്ലാം സഹായം നമുക്ക് ആവശ്യമാണ്. അവരെല്ലാം ഇതിൽ എത്തണം. ഇതിലെത്തി ഇതൊരു വലിയ വിജയമാക്കി മാറ്റണം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന, രാവിലെ മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് എല്ലാ ദിവസവും ഉള്ളത്. വലിയ നമുക്ക് മലയാളത്തിലുള്ള പ്രഗത്ഭരായ താരങ്ങളും ആർട്ടിസ്റ്റുകളും എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. അതൊരു വലിയൊരു പ്രോഗ്രാമായിട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാ മലയാളികളുടെയും സഹായം നമുക്ക് ആവശ്യമാണ്. അത് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ജനം സൗഹൃദ വേദിയുടെ സെക്രട്ടറി, പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ജയപ്രകാശ് MD. ജയപ്രകാശ്, ഒരു നിമിഷം. ഡൽഹിയിലെ ഒരു നിമിഷം, രണ്ടുപേരും കൂടി ഒന്ന് നിൽക്കണം. ഇത് നമ്മുടെ ജനം ടിവിയുടെ കോർഡിനേറ്റർ വിജയകുമാർജിയാണ്. ജനം സൗഹൃദ വേദിയുടെ കോർഡിനേറ്റർ വിജയകുമാർജി, ജനം സൗഹൃദ വേദിയുടെ നമ്മുടെ പ്രസിഡന്റ് കൂടിയ ജയപ്രകാശ്. ഇപ്പോൾ വലിയൊരു കലാ സാംസ്കാരിക മാമാങ്കം മലയാളികളുടെ, അത് മാർച്ച് മാസത്തിൽ നടക്കാൻ പോകുന്നു. ഡൽഹി മലയാളികൾ വിശേഷം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? എല്ലാ ഡൽഹി മലയാളികൾക്കും ഇതൊരു ഉത്സവമായിട്ട് മാറ്റണമെന്നാണ് ആഗ്രഹം. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് കേരളത്തിൻ്റേതായിട്ടുള്ള തനത് കലാരൂപങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ കലാരൂപങ്ങളെയും സംഗീതത്തെയും സാഹിത്യത്തെയും ഒക്കെ ഇവിടെ ഡൽഹിക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മൾ ഇതിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വൻ വിജയമാകും. ഡൽഹിയിലുള്ള ഇതര ഭാഷക്കാർക്ക് പോലും എന്താണ് കേരളം എന്നുള്ളത് കൊടുക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങളായിരിക്കും തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ മാർച്ച് മാസത്തിൽ നടക്കാൻ പോകുന്ന ഈ ജനോത്സവത്തിൽ കൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിജയകുമാർജി, എന്താണ് നമ്മളൊരു വലിയ കലാ സാംസ്കാരിക മാമാങ്കം കൊണ്ടുവരികയാണ് ഡൽഹിയിലേക്ക്. എന്താണ് ഡൽഹി കുറേയധികം വർഷങ്ങളായുള്ള വ്യക്തി എന്ന നിലയിൽ കൂടി എന്താണ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ, എന്താണ് ആ ഒരുക്കങ്ങൾ? അതെ, ഡൽഹി മലയാളികൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇതിൻ്റെ കാരണം ഡൽഹി മലയാളികൾ മാത്രമല്ല, ഡൽഹി മാത്രമല്ല NCRലുള്ള എല്ലാ മലയാളികളും ഇതിൽ പങ്കെടുക്കുമായിരിക്കും. നമ്മുടെ കേരളത്തിൻ്റെ പൈതൃകമായ കൾച്ചർ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ മറ്റ് മൺമറഞ്ഞു പോയ എല്ലാ ഇതും ഈ ഒരു കുടക്കയിൽ കൊണ്ടുവന്നിട്ട് ഡൽഹിയിൽ ഉള്ള മലയാളിയും ഓൾ ഓവർ വേൾഡിൽ നിന്ന് വരുന്ന കുറേ ഡെലിഗേറ്റ്സും എല്ലാം ഉണ്ട്. എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് എത്ര വിപുലമായ ഒരു പ്രോഗ്രാം ഇന്ന് വരെയും മലയാളി കണ്ടിട്ടുണ്ടാവില്ല. ഈ ഡൽഹിയിൽ ഭയങ്കര ഒരു ഡൽഹിക്കാർക്ക് എല്ലാവരും ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കരുതുന്നതാണ് ഞാൻ. തീർച്ചയായിട്ടും നമ്മോടൊപ്പം മറ്റ് ചില അതിഥികൾ കൂടിയുണ്ട്. അത് ഡൽഹിയിലെ തന്നെ പ്രമുഖരായ പല ആളുകളുമാണ്. ഇത് ശ്രീനിവാസൻ തമ്പുരാൻ, നമ്മുടെ ജനം സൗഹൃദ വേദിയുടെ എക്കാലത്തെയും നമ്മളെ പിന്തുണയ്ക്കുന്ന ഡൽഹി മലയാളികൾക്കിടയിൽ സുപരിചിതനായ ശ്രീനിവാസൻ തമ്പുരാൻ. ശ്രീനിവാസൻജി, ഇപ്പോൾ ജനം സൗഹൃദ വേദിയും ജനം TVയും ചേർന്ന് ഇവിടെ ഒരു വലിയ കലാ സാംസ്കാരിക മാമാങ്കം സംഘടിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് അത് കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷ എന്താണ്? അത് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല ഊർജ്ജമാണ് വരുന്നത്. ഇത് ഡൽഹിയിൽ ഇന്ന് വരെ ആരും ചിന്തിക്കാത്ത ഒരു കാര്യക്രമമാണ് നിങ്ങൾ നടത്താൻ പോകുന്നതെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് തന്നെ നമുക്ക് സമർപ്പിക്കാൻ പറ്റിയൊരു മാമാങ്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എല്ലാ വേദി ഉള്ളവരെയും എല്ലാ തലത്തിലുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. എല്ലാവിധ ഭാവങ്ങളും എല്ലാ നന്മകളും നേരുന്നു. ഇപ്പോൾ ജനം TV ഡയറക്ടർ KT കൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതായത് ജനം TV അതിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് ഒരു വിപുലമായി ഇത്രയും വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ തന്നെ അതിൻ്റെ പിന്നണിയിൽ കുറേ കാലമായി പ്രവർത്തിക്കുന്നു. എന്താണ്, ഒരു കലാകാരൻ കൂടിയാണ് താങ്കൾ. അപ്പോൾ കലാ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരുടെ ഒരു വലിയ മാമാങ്കം നടക്കുമ്പോൾ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇതിൽ ഒന്ന്, മലയാളികൾക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, രാജ്യതലസ്ഥാനത്ത് ഇങ്ങനത്തെ ഒരു ജനോത്സവം എന്നുള്ള പ്രോഗ്രാം വരുമ്പം കലാപരമായും സാംസ്കാരികമായും ഒട്ടനവധി പേർക്ക് അവസരവും അതുപോലെ പുതിയ അല്ലെങ്കിൽ നമ്മൾ മൺമറഞ്ഞു പോകുന്ന കലകൾക്കും പുതിയ കലകൾക്കും ഒരുപാട് സാധ്യതകളാണ് ഈ ഒരു പരിപാടിയിലൂടെ ഉണ്ടാകുന്നത്. അത് കേരളത്തിൽ നിന്ന് ഒട്ടനവധി നമ്മളെല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ മറന്നു പോകുന്ന അല്ലെങ്കിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല
കലകൾ ഇവിടെ സമന്വയിപ്പിക്കുന്ന ഒരു വലിയ മാമാങ്കം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതിന് ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ നടത്തി എക്സ്പീരിയൻസ് ഉള്ളവരും അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ കലാകാരന്മാരും വന്ന് നൂറുകണക്കിനാണ് കലാകാരന്മാർ കേരളത്തിൽ നിന്ന് ഇതിനായിട്ട് ഇവിടേക്ക് വരുന്നത്. മാത്രമല്ല സിനിമ, സംഗീത, കല എല്ലാ മേഖലയിലും സാംസ്കാരികവും സാഹിത്യവുമുള്ള എല്ലാ മേഖലയിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന വലിയൊരു രാജ്യത്തെ തന്നെ വലിയൊരു കലാ സാംസ്കാരിക പരിപാടിയായിരിക്കും ഇത് പുതിയൊരു തുടക്കം തന്നെയായിരിക്കും. നമ്മുടെ ഈ ടീമിലുള്ള നമ്മുടെ ഈ പ്രോഗ്രാം ഓർഗനൈസിംഗ് ടീമിലുള്ള ഡോക്ടർ അഭിജിത്ത് കർമ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസിംഗ് അതിൻ്റെ ഘട്ടത്തിലെല്ലാം താങ്കൾ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ എന്താണ് ജനം ടി വിയുടെയും ജനം സൗഹൃദവേദിയുടെയും ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എപ്പോഴും കേരളം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മളുടെ സംസ്കാരത്തെ പറ്റിയാണ്, നമ്മുടെ കലയെ പറ്റിയാണ്. അപ്പോൾ അത് ലോകത്തോട് ഒരിക്കൽ കൂടി വളരെ ഭംഗിയായ രീതിയിൽ ഇന്ന് 2026 എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധ്യമായ കാര്യങ്ങൾ ജനം ടി വിയെ പോലൊരു വലിയ പ്ലാറ്റ്ഫോം അതിന് വേദി ഒരുക്കുമ്പോൾ ലോകത്തിനോട് നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ നാടിനെ ഇതിൽ കൂടുതൽ ഭംഗിയായി പറയാനൊരു അവസരം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസരം ഏറ്റവും ഭംഗിയായി ലോകത്തോട് നമ്മുടെ കലയെപ്പറ്റി, നമ്മുടെ സംസ്കാരത്തെപ്പറ്റി പറയാനുള്ളൊരു വേദിയായിരിക്കും നമ്മളുടെ ഈ മഹോത്സവം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ജനം സൗഹൃദവേദിയുടെ ഡൽഹി വൈസ് പ്രസിഡന്റ് കൂടിയായ വിനീത ഹരിഹരൻ ചേരുന്നുണ്ട്. ചേച്ചി, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം, ഡൽഹി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷമായി മാറേണ്ടതാണ് ഈ പരിപാടി എന്ന് പറയാം. കല, സാംസ്കാരിക പരിപാടികൾ, സിനിമാ താരങ്ങൾ, അങ്ങനെ എല്ലാവരും വരുന്നു. എന്താണ് ഈ ഡൽഹി അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു? അതെ, തീർച്ചയായിട്ടും മലയാളീസിൻ്റെ കോൺട്രിബ്യൂഷൻ ഡൽഹിയിൽ വളരെ സബ്സ്റ്റാൻഷ്യൽ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ. മോർ ദൻ 1 million മലയാളീസ് ആർ സ്റ്റേയിങ് ഇൻ ഡൽഹി. സോ ഐ തിങ്ക് അവരുടെ കോൺട്രിബ്യൂഷൻ എക്കണോമിക്കലിയും എല്ലാ തരത്തിലും വളരെ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ കൾച്ചറലി എങ്ങനെയാണ് കേരളത്തിൻ്റെ കൾച്ചർ എങ്ങനെയാണെന്ന് ഡൽഹിയിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ ഓഡിയൻസിനും കൂടി എത്തിക്കാനുള്ള ഒരു വേദിയാണ് ഇത്. അപ്പോൾ വളരെ മെഗാ ക്യാൻവാസാണ് ഈ പ്രോഗ്രാമിന്. അപ്പോൾ ഇറ്റ്സ് എ വെരി എക്സൈറ്റിംഗ് ആൻഡ് വി ലുക്ക് ഫോർവേഡ് ടു ദിസ് ബിഗ് ഒരു ക്യാമ്പയിൻ. സോ കൾച്ചറൽ ഷോ കേസിങ് മാത്രമല്ലാണ്ട് ഇതൊരു വലിയൊരു രീതിയിൽ കുറേ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസും ഇറ്റ് വിൽ കം ഔട്ട് ത്രൂ ദിസ് ക്യാൻവാസ് എന്നാണ് നമ്മൾ ഒക്കെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വളരെ കുറേ വെർട്ടിക്കൽസ് ഉണ്ടാവും, കൾച്ചറൽ, എക്കണോമിക്, ഇൻഡസ്ട്രിയൽ, പിന്നെ കുറേ പാനൽ ഡിസ്കഷൻസും ഇൻ്റലക്ച്വൽ ഫോറംസും കൂടിയും ഇതിലുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഫോറംസ് നമുക്ക് ജസ്റ്റ് ഫോറംസ് മാത്രമല്ല, പക്ഷേ ഇതോടുള്ള ഔട്ട്കംസ് എന്താണെന്ന് അത് വളരെ ലോങ് ടേം ആയിട്ടുള്ള ഇമ്പാക്ട്സ് ആണ് ഉണ്ടാവുന്നത് ഇങ്ങനത്തെ പ്രോഗ്രാംസ് വഴി. ഓക്കെ, താങ്ക് യു ചേച്ചി. ഇപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ ഇനി ഇവന്റ് കോർഡിനേറ്റർ കൂടിയായ അനന്യ ചേരുന്നുണ്ട്. അനന്യ, ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ തയ്യാറെടുപ്പുകൾ ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നയാളാണ് അനന്യ. ഇതിന്റെ തയ്യാറെടുപ്പുകൾ ഏതൊക്കെ തലം വരെ എത്തിയിട്ടുണ്ട്? ഇപ്പോൾ നമ്മുടെ ലോഗോ പ്രദർശനമാണ് ഇപ്പോൾ കഴിഞ്ഞത്. സുരേഷ് ഗോപി സാറാണ് അത് നിർവഹിച്ചത്. അപ്പോൾ ഇനിയും മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇന്നൊരു മീറ്റിംഗ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കോർ മീറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാർച്ചിലെ ഈവൻ്റ് ഒരു മെഗാ ഈവൻ്റ് ആയിട്ട് നമ്മൾ അതിനൊരു ഹ്യൂജ് ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റാൻ വേണ്ടി നമ്മളുടെ എല്ലാ ടീമും അതിൻ്റേതായ എഫേർട്സ് എല്ലാം എടുത്ത് നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആണ്. നമ്മൾ ആർട്ടിസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമെന്ന് നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി ആർ ഓൾ ഹോപ്പിംഗ് ദാറ്റ് ഇറ്റ് വിൽ ബിക്കം എ ഹ്യൂജ് സക്സസ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും നമുക്ക് വേണം. ശമ, ഒരു ആളെ കൂടി നമുക്ക് ഇതിനോടൊപ്പം ഒന്ന് ചേർക്കേണ്ടത് നമ്മുടെ ഈ ഷോയുടെ ഡയറക്ടറാണ്. അത് TK രാജീവ് കുമാർ. അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു, അദ്ദേഹം ഇവിടെ ഉണ്ട് എന്ന് കരുതുന്നുണ്ട്. അദ്ദേഹത്തെ കൂടി ഒന്ന് നമുക്ക് ലഭ്യമാക്കാൻ ഒന്ന് ശ്രമിക്കാം. ഇപ്പോൾ നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി, ജനം സൗഹൃദവേദിയുടെ ജോയിൻറ്റ് സെക്രട്ടറി പ്രസാദ് നമ്മോടൊപ്പം ചേരുന്നു. കലാകാരനാണ്, സിനിമാ താരമാണ്. അദ്ദേഹത്തോട് ചോദിക്കും, എന്താണ് ഈ നമ്മുടെ ഒരു പ്രോഗ്രാം ഇത് തട്ടിൽ കയറാൻ പോവുകയാണ് മാർച്ച് മാസത്തിൽ, എന്തായി അതിൻ്റെ തയ്യാറെടുപ്പുകൾ? നമ്മൾ വളരെ ഭംഗിയായി ഇതിനെക്കുറിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ്. തയ്യാറെടുപ്പുകളെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഞങ്ങൾ റെഡിയാണ്. ഏത് തരം കലാരൂപം വേണമോ അത് അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രീകാന്തിനെ അറിയാം, ഞങ്ങളെല്ലാവരും വളരെ അധികം ചർച്ചകൾ ഇതിനെക്കുറിച്ച് നടത്തി. ഇനി നാട്ടിൽ നിന്നുള്ള ലിസ്റ്റ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ, അതായത് പ്രൈം ടൈമിൽ ഞങ്ങൾക്കും കൂടെ സമയം വേണം, ഡൽഹിക്കാർക്കും കൂടെ. ഡൽഹിക്കാരാണ് പ്രൈം ടൈമിൽ ഞങ്ങളെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പ്രൈം ടൈം മെയിൻ സ്റ്റേജിൽ ഞങ്ങൾക്കും കൂടെ അവകാശം, ഞങ്ങൾക്ക് കൂടെ സമയം തരണമെന്നും അൺഒഫീഷ്യലായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചർച്ച ചെയ്യും. ഏതൊക്കെ പ്രോഗ്രാമിനകത്ത് ഉൾപ്പെടുത്താമോ എന്നുള്ളതിനെക്കുറിച്ചും എന്ത് തരം പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഇപ്പോൾ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. TK രാജീവ് കുമാർ ഉൾപ്പെടെയുള്ള നമ്മുടെ ടീം ഇതിനു വേണ്ടി സജ്ജമാണ്, ഇതിനു വേണ്ടി തയ്യാറാണ്.
ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ടി കെ രാജീവ് കുമാർ, എ ജയകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ മീറ്റിങ്ങിന് വേണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞത്. ഈ മീറ്റിങ്ങിനായി നമുക്ക് ഇവിടെ എത്തിയത് കാണാം. ഇപ്പോൾ GMR MD ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. GMR എന്ന് പറയുന്നത് നമ്മുടെ ഈ എയറോ സിറ്റി ഇവിടെ സ്ഥാപിച്ച ആളുകളാണ് GMR. അതിൻ്റെ MD ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. നമുക്ക് അവരുടെ കൂടി പ്രതികരണം നമുക്ക് എടുക്കാൻ കഴിയും എന്ന് തോന്നുന്നു. GMR MD അദ്ദേഹത്തോട് നമുക്കൊന്ന് സംസാരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. സർ, just 1 minute. There is an event from Kerala is going to happen in Delhi from March 27 to 29. Its name is Janolsavam, and you also participated in the logo release of that program. Then what's your opinion and what's your I congratulate the initiative, and I am very happy that all Keralites, Malayalis and all, they are coming to the temple and then taking the blessings of the God. We are very, very happy that today Honorable Minister has visited the temple, and we are very happy, and I wish all the best to the initiative today and also to all the Malayalis. We Janam TV also welcome you for this event. Thank you, sir. ഇപ്പോൾ നമ്മോടൊപ്പം TK രാജീവ് കുമാർ കൂടി ചേരുന്നുണ്ട്. ഈ ഷോയുടെ ഡയറക്ടറാണ്, സംവിധായകനാണ്. സാർ, ഗുഡ് മോർണിംഗ്. സാർ, നമ്മുടെ നിരവധി ഷോകൾ ചെയ്തിട്ടുള്ള, നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധായകൻ, മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ, ഒരു ജനം TVക്ക് വേണ്ടി, ജനം സൗഹൃദവേദിക്ക് വേണ്ടി ഒരു ഷോ ചെയ്യാൻ ഡൽഹിയിലേക്ക് വരുന്നു. എന്താണ് സാറിൻ്റെ ഒരു മാജിക് ഡൽഹി മലയാളികൾക്ക് വേണ്ടി സമർപ്പിക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഇവൻറ്റിന് നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് എനിക്കിതിനെ സമീപിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ്. ഒന്ന്, കേരളത്തിൻ്റേതായിട്ടുള്ള നമ്മുടെ കലകളും നമ്മുടെ ട്രഡീഷൻസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളായി അതിനെ നമ്മൾ വളരെ ഡൈല്യൂട്ടഡായിട്ട് ഒരു പുതിയ തലമുറയിലേക്ക് പ്രോപ്പറായി നമ്മുടെ കലാരൂപങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ സംസ്കൃതിയെ കൃത്യമായി അവതരിപ്പിക്കാതെ പല സന്ദർഭങ്ങളിലും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇവൻ്റ് എനിക്ക് തോന്നുന്നത് അത്തരത്തിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഒരു വരും തലമുറയ്ക്ക് ഒരു കേരളത്തിൻ്റെ ആ സംസ്കൃതി, കേരളത്തിൻ്റെ ആ അറിവ് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇവൻറ്റിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ അത്തരത്തിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അതൊരു കലാകാരൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഈ ഇവൻ്റ് എന്നെ സംബന്ധിച്ച് വളരെ റെസ്പോൺസിബിൾ ആയിട്ടൊരു ഇവൻ്റാണ് എന്നാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സീരിയസ്നെസ്സും അതിന് ഉണ്ടാവും. പിന്നെ അത് ഒരു പുതിയ ലോകത്തോട്, പുതിയ തലമുറയോട് പറയുന്ന രീതിക്ക് ഉള്ള പ്രത്യേകതകളായിരിക്കും നമ്മൾ ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പുതിയ ടെക്നോളജി, ആ ടെക്നോളജിയുടെ ഒരു ഡോമിനേഷൻ എന്നുള്ളതിനപ്പുറത്ത് ടെക്നോളജി കൊണ്ട് എത്രയും എസ്തെറ്റിക്കായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു കൗതുകം ഉണ്ടാക്കുക, പുതിയൊരു തലമുറയ്ക്ക് അവരുടെ റൂട്ട്സിലേക്ക് പോകാനും അവരുടെ മണ്ണിലേക്ക് പോകാനും ആ മണ്ണിനെ പറ്റി പ്രൗഡായി ഞാനൊരു മലയാളിയാണ് എന്ന് ലോകത്തോട് പറയാനും ആവണം. ഈ ഇവൻ്റ് അത്തരത്തിലാണ് നമ്മൾ ആദ്യം മുതൽ കാണുന്നത്. അത് ആ വിഷൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും വലിയൊരു മെഗാ ഇവൻ്റ്, ഒരു മെഗാ പ്രോഗ്രാം ഡൽഹിയിൽ നടക്കാൻ പോകുന്നതിൻ്റെ തയ്യാറെടുപ്പ്, അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം എ ജയകുമാർ നമ്മുടെ ജനം TVയുടെ മെൻറ്ററാണ്. ഒപ്പം തന്നെ സുരേഷ് കുമാർ നമ്മുടെ ജനം TVയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. യൂണിയൻ മിനിസ്റ്റർ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാം. അതോടൊപ്പം GMR ഗ്രൂപ്പിൻ്റെ MD സുബ്ബറാവുജി, അദ്ദേഹത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു എടുത്തു പറയേണ്ട കാര്യം, GMRൻ്റെ ഈ ഉടമസ്ഥതയിലുള്ള GMR നടത്തുന്ന ഈ ക്ഷേത്രം, ഇത് ഡൽഹിയിലെ ഏറ്റവും ഐക്കോണിക്കായ പ്ലേസാണ് ഈ സംഗഡ് മോചൻ ഹനുമാൻ മന്ദിർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നും നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. GMR MD ഉൾപ്പെടെയുള്ളവർ നമ്മോടൊപ്പം ഈ പരിപാടിയിൽ ഉണ്ടായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മോടൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഹെഡ് ഹരിനാഥ് ജി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹരിനാഥ് ജി, an event is going to happen in Delhi on behalf of Janam TV and Janam Sauhridavedi. It's a complete festival of Kerala festival. It's happening in Talkatora Stadium on March 27, 2029. We welcome you all.
and thank you for giving this opportunity to use the temple premises also. Thank you. First of all, it is a great privilege to receive an invitation from you to attend that. And first of all, I have to thankful by GMR Group for giving an opportunity to inaugurate the logo here. And I am very much thankful, and definitely I will attend the program. And thanks for your invitation. Thank you so much, Ji. ഓക്കെ ഷുവർ. അപ്പോൾ നിലവിൽ നമ്മുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ വർഷങ്ങളായി ഡൽഹിയിൽ താമസിക്കുന്ന മലയാളി കൂടിയാണ്, കലാ സാംസ്കാരിക മേഖലയിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതാണ് അരുൺകുമാർ. അരുൺജി, ഇപ്പോൾ ജനം ടി വിയുടെയും ജനം സൗഹൃദവേദിയുടെയും നേതൃത്വത്തിൽ ഒരു വലിയ പ്രോഗ്രാം നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. എന്താണ് ഡൽഹി മലയാളികളുടെ ഒരു പ്രതീക്ഷ? ഡൽഹി മലയാളിയുടെ ഒരു പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ മലയാളി സംഘടനകൾ പലയിടത്തായിട്ട് പല രീതിയിൽ അവരുടെ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കോമൺ പ്ലാറ്റ്ഫോമായിട്ട് എല്ലാ മലയാളികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ആ രീതിയിൽ അത് സംഭവിക്കാൻ സാധിച്ചാൽ അത് ഒരു വലിയ അച്ചീവ്മെൻ്റായിട്ട് കരുതുകയാണ് ഞാൻ. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്യാം, ഇവരൊക്കെയാണ് ഈ GMR ഗ്രൂപ്പിൻ്റെ നമ്മുടെ സംഗഡ് മോചൻ ടെമ്പിളിലെ നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ ക്ഷേത്രം നമുക്കായി, ജനം ടി വിക്കായി, ജനം സൗഹൃദവേദിക്കായി ലോഗോ പ്രകാശനത്തിന് അനുവദിച്ച് തന്നത് GMR ഗ്രൂപ്പും അതിൻ്റെ ഈ സാരഥികളുമൊക്കെ തന്നെയാണ്, ഇവിടുത്തെ ജീവനക്കാരൊക്കെ തന്നെയാണ്. അവരോടും നമ്മൾ ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് വൈകിട്ട് നമ്മുടെ സംഘാടക സമിതി യോഗം ഇവിടെ നടക്കുന്നുണ്ട്. സംഘാടക സമിതി യോഗത്തിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അതായത് ഡൽഹി ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കലാ സാംസ്കാരിക മാമാങ്കത്തിന് ഡൽഹി രാജ്യ തലസ്ഥാനം സാക്ഷിയാകാൻ പോകുന്നു. ജനം ടി വിയും ജനം സൗഹൃദവേദിയും ചേർന്ന് അതിന് സാരഥ്യം വഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നാളുകൾ എണ്ണി കാത്തിരിക്കാം. മാർച്ച് 27, 28, 29 തീയതികളിൽ ജനോത്സവം, കേരളാസ് ഓൺ കുംഭ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ജനോത്സവം, കലാ സാംസ്കാരിക മാമാങ്കത്തിന് ഇനി നാളുകൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. എല്ലാ മലയാളികൾക്കും, പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഇതിനോടകം തന്നെ സ്വാഗതം ആശംസിക്കുന്നു. യെസ്, ശ്രീകാന്ത്, തീർച്ചയായും നമുക്ക് ആ കേരളത്തെ, സാംസ്കാരിക കേരളത്തെ വീണ്ടെടുക്കാം. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജനിച്ചു മലയാളി എന്ന രീതിയിൽ വലിയ രീതിയിൽ അഭിമാനത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും കൂടി ഈ ഗംഭീരമായ ജനോത്സവത്തിൽ പങ്കാളികളാകാം.